ഞാനുണ്ടല്ലോ കായ വറുത്തതും ശർക്കര വരട്ടിയായിട്ട് ഉണ്ടാക്കണേ. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കായ വറുക്കാനായിട്ട് കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു ഉരുളിയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് തൊലി കളഞ്ഞ കായ ഉണ്ടല്ലോ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്തിനാണെന്ന് വിചാരിച്ചാൽ കായ്ക്ക് ഒരു കറി ഉണ്ടാവും, ആ കറി പോവുകയും ചെയ്യും. ഈ കായ്ക്ക് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും. അവസാനം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും, ഈ സ്റ്റേജിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ ഞാൻ കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് അതിലിടാം. ഈ കായയുടെ തൊലി കളയാൻ കുറച്ച് പാടുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല, അത്ര ഫ്രഷ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കായ വെച്ചിട്ടാണ് ചിപ്സ് ഉണ്ടാക്കി. ഇപ്രാവശ്യം ഏത്തക്കായ ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ മേടിക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ കായയുടെ തൊലിക്കും ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ അവർ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എല്ലാവരും 5-10 കായ ഒരുമിച്ച് എടുത്ത് അരിഞ്ഞിടല്ലേ ചെയ്യുക, ഭയങ്കര നൈസായിട്ട്. പക്ഷെ നൈസായിട്ട് ഉണ്ടാക്കണേക്കാളും നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് തിക്നെസ്സിൽ ഉണ്ടാക്കി, അധികം അത്ര കനത്തിലല്ല, കുറച്ച് കനത്തിലുണ്ടാക്കിയിട്ട് അതാട്ടോ നമുക്ക് നല്ല ടേസ്റ്റ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റൊക്കെ വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാർ കടയിൽ നിന്നൊക്കെയല്ലേ മേടിക്കാൻ. ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ടൊക്കെയാണ് മെയിൻ പ്രശ്നം കേട്ടോ. കണ്ടില്ലേ, സാധാരണയ്ക്ക് നമ്മൾ നല്ല ഫ്രഷ് കായ ആണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരു മുറിച്ചാൽ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ശരിക്കും ആ കായയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കായത്തൊലി കിട്ടും. ഈ കായത്തൊലി നമ്മൾ കളയില്ല കേട്ടോ. തൃശ്ശൂർ എന്ത് സദ്യ ഉണ്ടെങ്കിലും തലേദിവസം ഈ ചിപ്സ് ഉണ്ടാക്കുന്ന എന്ത് സദ്യ ഉണ്ടെങ്കിലും തലേദിവസം ഈ കായത്തൊലിയും പയറും ഉപ്പേരിയും, കായത്തൊലി പയർ നമ്മുടെ വൻപയറും ഉപ്പേരി നിർബന്ധമായിട്ട് ഉണ്ടാവട്ടെ. ഇപ്പോൾ ഓണസദ്യ ആണെങ്കിലും വിഷുസദ്യ ആണെങ്കിലും നമ്മൾ ചിപ്സ് ഉണ്ടാക്കണ്ടോ, ഇത് മസ്റ്റാട്ടോ. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഈ കായത്തൊലിക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് പയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ കായത്തൊലിയുടെ തൊലിയെല്ലാം കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് അത് ഞാൻ നല്ലപോലെ ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി അതിൻ്റെ കറിക്കും കളഞ്ഞ് നമ്മൾ അരിപ്പ് പാത്രത്തിൽ വെക്കും. ഇനി നമുക്ക് ചിപ്സ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇനി പണിയൊന്നുമില്ല, ഈ തൊലി കളയിൽ മാത്രം കുറച്ച് പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട കായ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. കണ്ട് ഏകദേശം ഈ കനത്തിലാട്ടോ നമ്മൾ അരിഞ്ഞെടുക്കണം. തീരെ നൈസായിട്ടും അല്ല, എന്നാലും അധികം കനത്തിലല്ല, അങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കണേ. എനിക്ക് കടയിൽ നിന്ന് ഇങ്ങനെ തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ നമ്മൾ വട്ടത്തിലരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്കധികം സമയമൊന്നുമില്ലാത്ത നമ്മൾ മിക്കവാറും കടയിൽ നിന്ന് മേടിക്കുകയും ചെയ്യുക, അത് വേറെ കാര്യം. അപ്പോൾ ഇനി എളുപ്പമാട്ടോ ഇങ്ങനെ വട്ടത്തിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ കിട്ടും. ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ കായ അരിഞ്ഞെടുക്കൽ. പിന്നെ 400 ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോരുകറിക്ക് ഉണ്ടാക്കില്ലേ, ആ ഒരു വിരൽ വെണ്ണത്തിൽ ചെരിച്ചെറിഞ്ഞെടുക്കും ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട്. ഒരു 2-3 കായ്ക്കുള്ള ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ അധികം ചിപ്സാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ രണ്ടും ശർക്കര വരട്ടിക്കുള്ളതും ചിപ്സിനുള്ള കായ വറുത്തൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ശർക്കര വരട്ടിക്കുള്ളതായിട്ട് വറുത്തെടുക്കണം. അത് കുറച്ചുള്ളൂ, ഒരു പ്രാവശ്യം വറുത്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനത് നല്ല തിളച്ച വെള്ളത്തിലിടണം, വെള്ളത്തിലല്ല നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ശരിക്കും ചിപ്സിന് ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണെങ്കിലും കുറേ നാൾ കേടാവാണ്ട് സൂക്ഷിക്കുന്നത് വെച്ചാൽ ഓയിലിൽ വറുക്കാട്ടോ നല്ലത്. പക്ഷെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ വറുത്തെടുക്കണേ. വെളിച്ചെണ്ണയിലേക്ക് വറുത്തെടുക്കുന്ന പലഹാരങ്ങൾക്ക് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അധികം കാലം ഇരിക്കില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ഈ കായ ഇട്ടപ്പം തന്നെ ഇളക്കാൻ പാടില്ല, ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പതപത കണ്ടോ, ആ പതപത കഴിയണ വരെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് പതപത പറ്റിയാൽ ഏകദേശം ഫ്രൈ ആയി വരുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പോൾ ഇതേ പതുക്കി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പിടിച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് കഴിയുന്ന വെച്ചാൽ അതൊന്നും ഇതിൽ പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ആ മഞ്ഞളിന് കുറച്ച് കളറേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാം. നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളയ്ക്കും അതിന് ആ പതിക്കും പറ്റിയിട്ട് നമുക്കൊരു അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള കായ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശർക്കര വരട്ടി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കാം. രാത്രിയിലായിട്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കാം. എപ്പോഴും രാത്രിയിലായിട്ട് ഇവിടെ ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് വട്ടത്തിലുള്ള ചിപ്സൂല്ലി അതും ഇതുപോലെ വറുത്തെടുക്കാം. അത് 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കുകയാണോ ചെയ്യുക, ഓണത്തിന് കടയിൽ നിന്ന് മേടിക്കുകയാണോ ചെയ്യുക ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ചിപ്സൊക്കെ ഇത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പിടണം, ചിലവർ ഡയറക്റ്റ് ഉപ്പിട്ട് കൊടുക്കും, അതിലൊക്കെ കുറച്ച് മാറ്റങ്ങളുള്ളൂ. ബാക്കി എല്ലാം എവിടെയാണെങ്കിലും ചിപ്സൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കായ വറുത്ത് ഫസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ച് ആ മഞ്ഞൾ വെള്ളത്തിൻ്റെ കുറച്ച് മാറി നിൽക്കണം കേട്ടോ. ആ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, മേത്തൊന്നും കൊള്ളില്ല, എന്നാലും നമുക്ക് പേടിക്കേണ്ട, കുറച്ച് മാറി നിന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. അതും നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടില്ലേ, നമ്മൾ ചിപ്സൊക്കെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെയും ഒരു അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിപ്സിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിപ്സ് ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 2 കിലോ കായ്ക്കൊക്കെയല്ലേ ഉണ്ടാക്കാറ്. പണ്ട് ഞങ്ങൾ ഒരു കൊലയ്ക്ക് വറുത്ത് വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ കഴിക്കാൻ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടും നമ്മുടെ കായ വറുത്തതും ശർക്കര വരട്ടിയുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ന്യൂസ് പേപ്പറിലൊന്നും ഇടാൻ പാടില്ല എന്ന് പറയാറ്. ഇപ്പോൾ രാത്രി കാരണം നമ്മൾ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കരയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 5-6 ശർക്കര ഞാൻ വെള്ളത്തിലിട്ടിട്ട് അരിച്ച് നമ്മുടെ വെള്ളത്തിൽ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചുരുളിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശർക്കര വരട്ടി. അപ്പോൾ ഇനി ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം ചുക്കും 1 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം വറുക്കാൻ പാടില്ല, അല്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കണം. ജീരകവും ചുക്കും കൂടി നമ്മുടെ ഇടിക്കുന്ന സാധനത്തിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. ഇത് നല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 11 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയില്ല, ശർക്കരയ്ക്ക് ഉരുകി വരട്ടെ. ഉരുകി ഒരു നൂൽ പാകമാകുമ്പോൾ വേണം നമുക്ക് ഈ വറുത്ത ശർക്കര ഉണ്ടല്ലോ, അത് ശർക്കര എല്ലാം കായ വറുത്തതിലിടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് തെറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ശർക്കരയ്ക്ക് സെറ്റായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് നോക്കാം. അപ്പോൾ ഏകദേശം ഉരുണ്ട് വരും. അപ്പോൾ നമ്മൾ ശർക്കര പാവ് ശരിയായിട്ടാണ്. ഇനി നമ്മൾ ഇതിട്ടാൽ മതി. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഏകദേശം ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്നിട്ട് കായിടണതേ വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്യാൻ മിസ്സായി പോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മിസ്സായി ഓൺ ചെയ്തില്ലല്ലോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് കുറേ നല്ല വെള്ളി വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നല്ല പോലെ ശർക്കര ഉരുക്കിയിലേക്ക് കായിട്ടിട്ട് നല്ല പോലെ മിക്സാക്കി. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്തോ ഒരുപോലെ കൂടി കിടക്കണമെന്നില്ല. നമ്മൾ തണുത്ത് ഇങ്ങനെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചുക്കുപൊടിയും ജീരകപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടാൽ നല്ലപോലെ മിക്സാക്കുക. ഏറ്റവും അവസാനം ഓഫാക്കണേക്കാൾ മുമ്പ് നമ്മുടെ ഇതിടാം, ഒരു പിടി പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണ്ണാട്ടോ ഈ ജീരകവും ചുക്കുപൊടിയൊക്കെ ഇടുമ്പോൾ. കണ്ടില്ലേ, നമുക്ക് ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തത് പിറ്റേ ദിവസമൊക്കെ കേട്ടോ. ഈ വീഡിയോ കുപ്പിയിലാക്കണം, അതുകൊണ്ടാട്ടോ ഇതൊക്കെ കഴിഞ്ഞ്. ചിപ്സ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കുപ്പിയിലിടുന്നത് കാണിച്ചെന്നുള്ളൂ. ഈ പൊടി ഉണ്ടല്ലോ, നമുക്കത് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അവസാനം ഈ ശർക്കര വരട്ടിയുടെ പൊടിക്കിടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെയും ടേസ്റ്റ് പുളിഞ്ചിയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുളിഞ്ചി കുറച്ച് തിക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.